ബി ജെ പിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ RS ഒരിക്കലും ഇടപെടാറില്ല. എൻ്റെ മനസ്സിൽ ഒരു മഹാനായ നേതാവ് എന്ന് പറയുന്നത് ഡോക്ടർ ഹെഡ്ഗേവാറാണ്. അതായത് 100 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ഇവിടുത്തെ കോർ നാഷണാലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കൾച്ചറൽ നാഷണലിസം. ദാറ്റ് കൾച്ചർ ഈസ് ഹിന്ദു കൾച്ചർ. അത് ഹിന്ദുത്വത്തിനകത്തുള്ള പല കാര്യങ്ങളോടും RSSന് യോജിപ്പില്ല. ഇവർക്കൊന്നും പ്രചാരകരായാൽ ബാങ്ക് അക്കൗണ്ട് പോലും പാടില്ല. ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഫാമിലി ഇല്ല, കല്യാണമില്ല. മോദിയുടെ പിൻഗാമിയാവാൻ കൂടുതൽ സാധ്യത അമിത്ഷായ്ക്കാണോ യോഗിക്കാണോ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഞാനത് പറയത്തില്ല. കാരണം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. യോഗി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ല. UP ഇലക്ഷൻ്റെ സമയത്ത് യോഗി വാസ് നോട്ട് ദ ഫ്രണ്ട് റണ്ണർ. അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ആരും പറഞ്ഞിരുന്നില്ല. അദ്ദേഹം മത്സരിച്ചു പോലും ഇല്ല. ലോക്സഭ MP ആയിരുന്നു. ഇലക്ഷൻ ലീഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം BJPക്കകത്ത് നേതാവാകുക എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ ചോയ്സിൻ്റെ ഭാഗമാണ്. അമിത്ഷായിട്ട് അങ്ങേക്ക് നല്ല ബന്ധമാണോ? നല്ല, എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അമിത്ഷാജി അധ്യക്ഷനായിരുന്നുകൊണ്ട് അദ്ദേഹം കൂടുതൽ റെഗുലറായിട്ട് ഇൻറ്ററാക്ഷൻ ഉണ്ടാകും. പ്രധാനമന്ത്രിയുമായിട്ട് ഇൻറ്ററാക്ഷൻ കുറവാണ്. പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രധാനമന്ത്രി അങ്ങോട്ട് തോളെ കൈയിടുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊരു BJPയുടെ ഒരു നാഷണൽ എക്സിക്യൂട്ടീവിൽ ഞാൻ അത് കവർ ചെയ്യാൻ പോയതാണ്, ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പോയതാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദൂരെ ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു, ബാലാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്. കുറേ നാളിന് ശേഷമാണ് കാണുന്നത്. വന്നിട്ട് അപ്പോൾ ഇങ്ങനെ, അപ്പം ഞാൻ ആ പുസ്തകം എഴുതിയ സമയമായിരുന്നു. അപ്പോൾ പുസ്തകത്തിൻ്റെ കോപ്പി എപ്പോഴാണ് എനിക്ക് തരുന്നതെന്നും പറഞ്ഞിട്ട് പുള്ളി തോളെ കൈയിട്ടിട്ട്, അപ്പം പുള്ളി പുറകെ ഓടി വന്നപ്പോഴത്തേക്ക് എല്ലാ പത്രക്കാരെല്ലാം കൂടെ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. സെക്യൂരിറ്റിക്കാരെല്ലാം കൂടെ പെട്ടെന്ന് നിന്നെ പുള്ളി ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട്, കാരണം അദ്ദേഹം സ്റ്റേജിലേക്ക് പുറകെ കൂടെ യാത്ര വഴിയുണ്ട്. ഞാൻ ഓഡിയൻസിലായിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് ഓടി വന്നിട്ട് അതും കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ടാണ് വരുന്നത്, ബാലാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴേ എല്ലാവർക്കും അത്ഭുതം. അപ്പം വളരെ സെക്യൂരിറ്റിക്കാരൻ എന്നോടൊന്ന് ചോദിച്ചു, അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്ന് അറിയാമോ, ഗുജറാത്തിൽ നിന്നുള്ള ആളാണോ, എവിടുന്ന്, എന്താണ് ഇത്ര അടുപ്പം? കാരണം പുള്ളി അതുപോലുള്ള ഒരു പഴയ ഒരു സുഹൃത്തിനെ കാണുന്ന പോലെ ഓടി വന്നിട്ട് തലയ്ക്ക് കെട്ടിട്ട് ഇങ്ങനെ ചെവിക്ക് പിടിച്ചു. ഈ ശ്രീരാമസേന, ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ആവശ്യമില്ലാത്ത പണികളൊക്കെ ചെയ്ത് അതെല്ലാം സംഘപരിവാറിന് നാണക്കേടാവാറുണ്ട്. അതെ, അതിൻ്റെ കഥ ഇപ്പം ബജരംഗ് ദളുണ്ട്. ബജരംഗ് ദളിൽ RSSൻ്റെ ഭാഗവുമല്ല, BJPയുടെ ഭാഗമല്ല. അല്ല, യുവജന സംഘടന എന്ന് പറയുന്നത് അല്ല. ബജരംഗ് ദൾ എന്ന് പറയുന്നത് RSSൻ്റെ ഈ പറയുന്ന രീതിയിൽ വിശ്വഹിന്ദു പരിഷത്തോ വിദ്യാർത്ഥി പരിഷത്തോ മസ്ദൂർ സംഘമോ പോലുള്ള ആ സംഘടനയുടെ ഭാഗത്ത് വരുന്ന സംഘടനയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. പല സംഘടനകൾ പലരും പല രീതിയിലുണ്ടാക്കും, പക്ഷേ അതിനൊന്നും RSS ഓൺ ചെയ്തില്ല. പക്ഷേ RSSനും ആണല്ലോ നാണക്കേട്. RSSകാരതിനകത്ത് കാണും. ഇപ്പം ശിവസേനയുണ്ട്. ശിവസേന പല സംസ്ഥാനങ്ങളിലും ശിവസേനയുണ്ട്. അതിൽ പലരും അവർ പറയും ഞങ്ങൾ RSS എന്ന് പറയും, അല്ലെങ്കിൽ RSSൻ്റെ വർക്കേഴ്സാണെന്ന് പറയും. പക്ഷേ ശിവസേന ഈസ് നോട്ട് പാർട്ട് ഓഫ് RSS. കോൺഗ്രസ്സുകാരില്ലേ RSSകാർ? ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റവും രസകരമായ കാര്യം, ഈ രാമജന്മഭൂമിയുടെ മൂവ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഉത്തർപ്രദേശത്ത് നിന്ന് ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷന്, ദൗദയാൽ ഖന്ന. കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ദൗദയാൽ ഖന്ന. അതായത് ഇപ്പോഴും കോൺഗ്രസ് നേരത്തെ ഉണ്ട്. നെഹ്റുവിൻ്റെ കാലത്തും RSSകാരെ കോൺഗ്രസ്സുകാരുണ്ടെന്ന് തോന്നുന്നു. അല്ല, നെഹ്റു അല്ലേ RSSൻ്റെ ആൾക്കാരോട് 62-ലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ പറഞ്ഞത്? അന്ന് പലരും പറഞ്ഞില്ലേ അത് നെഹ്റു എന്തിനാ ചെയ്തതെന്ന്. പക്ഷേ ചൈനയുമായിട്ടുള്ള വാറ് കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി ഏറ്റവും കൂടുതൽ പേട്രിയോട്ടിക്കായിട്ടുള്ള വർക്ക് ചെയ്തത് അന്ന് നെഹ്റുവിനെ തള്ളിപ്പറയാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത് RSSകാരെ ഉള്ളായിരുന്നു. കാരണം രാജ്യമാണ് ഇമ്പോർട്ടൻറ്റ്. അന്നേരം പൊളിറ്റിക്സ് വിട്ടു. അപ്പം പൊളിറ്റിക്സിൻ്റെ പേരിൽ നെഹ്റുവിനെ പോലും എതിർത്തില്ല RSS. കാരണം വെൻ ദ നേഷൻ ഈസ് ഇൻ ട്രബിൾ യു സപ്പോർട്ട് ദ ലീഡർ. അതാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയോട് ചെയ്തത്. ബംഗ്ലാദേശിൻ്റെ സമയത്ത് വാജ്പേയി പറഞ്ഞില്ലേ, ദുർഗ എന്ന് പറഞ്ഞില്ലേ, ഇന്ദിരാഗാന്ധി ദുർഗ എന്ന് പറഞ്ഞു. ഈ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതൊന്നും പറഞ്ഞേക്കാം, ഈ പ്രചാരകൻ എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ റോൾ എന്നാണെന്ന് പറഞ്ഞേക്കാവോ? പ്രചാരകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരു കാത്തോലിക് സംവിധാനത്തിലെ പ്രീസ്റ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടവക എന്ന് പറയുന്നത് പോലെ ഒരു പ്രചാരകന് ഒരു താലൂക്ക് പ്രചാരകനാണ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ. താലൂക്ക് പ്രചാരകൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് പ്രവർത്തകരെ കോണ്ടാക്ട് ചെയ്യുക, പ്രവർത്തകരുടെ വീടുമായിട്ട് ബന്ധം വയ്ക്കുക, പ്രവർത്തകരെ മോട്ടിവേറ്റ് ചെയ്യുക, ശാഖകളിൽ പോവുക, ശാഖകളിൽ പോയിട്ട് പ്രസംഗിക്കുക, അല്ലെങ്കിൽ അവിടെ ബൗദ്ധികം പറയുന്നത് പ്രസംഗത്തിന് ശാഖ എടുക്കുക. ബേസിക്കലി ഹീസ് എ മോട്ടിവേറ്റർ ഓഫ് ദി ഓർഗനൈസേഷൻ. അവർക്ക് എന്താ പ്രത്യേകം? അവർ വിവാഹിതരാകാൻ പാടില്ല. അത് സ്ട്രിക്റ്റാണ്. വിവാഹിതരാകാൻ പാടില്ല.
അവർക്ക് അവരുടേതായിട്ടുള്ള യാതൊരു വരുമാനം ഉണ്ടാകാൻ പാടില്ല, സ്വന്തം വരുമാനം ഉണ്ടാകാൻ പാടില്ല, യാതൊരു വരുമാനം ബാങ്ക് അക്കൗണ്ടോ ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉദിക്കുന്നില്ല. അവർക്കൊരു വ്യയപത്രം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. വ്യയപത്രം എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഡീറ്റെയിൽസ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ. വ്യയം എന്ന് പറഞ്ഞാൽ ഖർച്ച എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റ്. അത് ഓരോ മാസവും തീരുമ്പോഴേ അതായത് ഇവരെ ചെയ്യുന്ന വെച്ചാൽ ഇംപ്രസ് മണി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് 200 രൂപയോ 100 രൂപയോ എന്തെങ്കിലും ഒരു പ്രചാരകന് കൊടുക്കും. അത് പോക്കറ്റിൽ കിടക്കും. ഈ 100 രൂപ വെച്ചിട്ട് അവരുടെ ദൈനംദിന അത്യാവശ്യ കാര്യങ്ങൾ, സോപ്പ് മേടിക്കണം, അല്ലെങ്കിൽ ഷേവിംഗ് സെറ്റിൻ്റെ ആവശ്യങ്ങൾ, ചീപ്പ് മേടിക്കണം, എണ്ണ മേടിക്കണം. ഈ ആളുകൾ ശാഖയിൽ നിന്ന് കാശ് തന്നാലും മേടിക്കാൻ പാടില്ല, ആരോടും കാശ് മേടിക്കുന്നത്, ആര് തന്നാലും പാടില്ല എന്നുള്ളത്. തന്നാലും മേടിക്കാൻ പാടില്ല. താമസമൊക്കെ എവിടെയാണ് അവരപ്പം? അതെ, ഇവർക്ക് എല്ലാ കാര്യാലയങ്ങളുണ്ട്. താലൂക്ക് ലെവലിൽ എല്ലായിടത്തും കാര്യാലയങ്ങളുണ്ട്. കാര്യാലയത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ ഭക്ഷണം മുഖ്യമായിട്ടും ഈ പറയുന്ന ഈ ഇംപ്രസ് മണി എന്ന് പറയുന്നത് ചിലവാക്കാനുള്ളതല്ല. ഈ മണി വാസ്തവത്തിൽ അവർ കയ്യിൽ വയ്ക്കുക. പക്ഷേ കഴിയുന്നത്ര ഈ പറഞ്ഞ എണ്ണ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വീടുകളിൽ നിന്ന് എണ്ണ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഒരു തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്മമാരെ തുണി കൊടുക്കും, ഷർട്ട് കൊടുക്കും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ആരുടെയെങ്കിലും വീടുകളിലായിരിക്കും. അപ്പോൾ ഇവർക്ക് ചിലവില്ല. എന്തെങ്കിലും അത്യാവശ്യം ചിലവുണ്ടെന്ന് വരിയിൽ ആ ചിലവ് ലിസ്റ്റിൽ എഴുതിയിട്ട് ഇന്നതിന് ഇത്ര രൂപ ചിലവാക്കി, ഒരു സിനിമ കാണാൻ പോയി അതിന് ഇത്ര രൂപ ചിലവാക്കി, അങ്ങനെ എന്തെങ്കിലും എന്ത് ചിലവുണ്ടെങ്കിലും എവിടെയാണെങ്കിലും സിനിമയ്ക്ക് കാണാൻ പോയി എന്ന് പറഞ്ഞാലും അത് കൃത്യമായിട്ട് എഴുതും, സത്യസന്ധമായിട്ട് എഴുതും. എന്നിട്ട് ഇത് പോയിട്ട് ഇതിൻ്റെ കാര്യാലയത്തിൽ, അതായത് ജില്ലാ കാര്യാലയത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള ഉത്തരവാദിത്തമുള്ളവരെ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ ഇത് കൊടുക്കും. ഇത് കൊടുക്കുമ്പോഴേ ഈ ചിലവായി അത്രയും തുക തിരിച്ചു കൊടുക്കും. ഈ 200 രൂപ കയ്യിലുണ്ടെങ്കിൽ ആ 200 രൂപയിൽ ചിലവായ അത്രയും കാശ് പിന്നെ കൂട്ടും. അപ്പം ദാറ്റ് മണി ഈസ് അഗൈൻ ദെയർ. ഇതാണ് ഒരു പ്രചാരണത്തിൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത്. RSSൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? RSSൻ്റെ ടോപ്പിൽ സർസംഘചാലക്. ഈ സർസംഘചാലകിൻ്റെ ആ ഒരു ഘടനയൊന്ന് പറയാമോ എങ്ങനെ വരുന്നത്? RSSൻ്റെ ഘടനയെന്ന് പറഞ്ഞാൽ ഇത് വിഭാവനം ചെയ്തതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹെഡ്ഗേവാറാണ്. ഡോക്ടർ കേശവ് ബലരാം ഹെഡ്ഗേവാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 1925 വിജയദശമി ദിവസമാണ് സ്ഥാപിക്കുന്നത്. അപ്പം അദ്ദേഹം അതിന് മുൻപായിട്ട് കോൺഗ്രസ്സിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിരുന്നു. കൽക്കട്ടയിൽ പോയിട്ട് അവിടുത്തെ റവല്യൂഷണറി ഓർഗനൈസേഷൻസ് ഒക്കെ അദ്ദേഹം കണ്ടിരുന്നത്. അപ്പം അദ്ദേഹം ഒരുപാട് സ്റ്റഡി ചെയ്തതിന് ശേഷം അദ്ദേഹം, എനിക്ക് തോന്നുന്നു സാജന് തന്നെ ഒരു ഇതിൽ ഞാൻ ഇത് ഓർക്കുന്നുണ്ട് കേട്ടതായിട്ട്. അപ്പം പലപ്പോഴും അദ്ദേഹം വളരെ ശക്തമായ രീതിയിലുള്ള പൊളിറ്റിക്കലിൽ ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്, പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഈ വാസ് ആൻ ഒബ്സർവർ. അപ്പം അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇന്ത്യ സ്വാതന്ത്ര്യമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അണ്ടറിൽ സ്വാതന്ത്ര്യമായി കഴിഞ്ഞാലും ഇന്ത്യയെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിപ്ലവകരമായ മാറ്റം അല്ലെങ്കിൽ ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ നിലനിൽപ്പ് അത് എവിടെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നാഷണലൈസ് ആകട്ടെ. കോർ ഇന്ത്യൻ സൊസൈറ്റി നാഷണലിസ്റ്റ് ആയെങ്കിൽ മാത്രമേ ഈ രാജ്യം ഒന്നായിട്ട് നിലനിൽക്കത്തുള്ളൂ. അപ്പം അദ്ദേഹം ഇന്ത്യയുടെ 1000 വർഷത്തെ പരാജയത്തിൻ്റെ കാരണം പിടിച്ചു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ കൾച്ചറലി വി വർ യുണൈറ്റഡ്, ജോഗ്രാഫിക്കലി വി വർ യുണൈറ്റഡ്, പക്ഷേ നമ്മൾ സംഘടനാപരമായിട്ടുള്ള ഒരു ഏകതാ ബോധമില്ലായിരുന്നു, ഒന്നെന്നുള്ളൊരു ധാരണയില്ലായിരുന്നു പൊളിറ്റിക്കലി. അപ്പം പല നാട്ടുരാജ്യങ്ങൾ അവർ പരസ്പരം കലഹിച്ചു. മതപരമായിട്ട് അവർക്ക് യാതൊരു കലഹവുമില്ല, മറ്റൊരു രീതിയിലുള്ള കലഹമില്ല. ആർക്ക് വേണമെങ്കിലും ഇന്ത്യയുടെ ഒരു ഭാഗത്തുനിന്ന് മറ്റു ഭാഗത്തേക്ക് പോകാം. ആ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ബട്ട് ദർ വാസ് നോ നാഷണൽ യൂണിറ്റി ഇൻ ദ മൈൻഡ് ഓഫ് പീപ്പിൾ. ഒരു ദേശീയതയുടെ ബോധം, അതാണ് ഏറ്റവും കോറായിട്ട് വേണ്ടതെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അപ്പോൾ അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവിടുത്തെ കോർ നാഷണാലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കൾച്ചറൽ നാഷണലിസം. ദാറ്റ് കൾച്ചർ ഈസ് ഹിന്ദു കൾച്ചർ. ദാറ്റ് ഈസ് ഹൗ ഹീ ഡിഫൈൻഡ് ഇറ്റ്. അപ്പം അതുകൊണ്ടാണ് BJP ആണെങ്കിലും BJP അടിസ്ഥാന തത്വത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത് പഞ്ചതത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് BJPയുടെ ഇതുണ്ട്. അതിനകത്ത് ഒരു കോർ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ നാഷണലിസം ഒരു കോർ ഇഷ്യൂ ആണ്. അതിൻ്റെ ഭാഗമാണ് ഈ രാം ജന്മഭൂമി എന്ന് പറയുന്നത്. അതായത് കൾച്ചറലി രാജ്യത്തെ ഒന്നാക്കിയിട്ട് ദെൻ യു ഹാവ് ടു ബി പൊളിറ്റിക്കലി വൺ, കൾച്ചറലി പൊളിറ്റിക്കലി ദെൻ എക്കോണമിക്കലി വൺ. ആ ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം ഡോക്ടർ ഹെഡ്ഗേവാറാണ് ഈ ഐഡിയ വാസ്തവത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പയനിയർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ എൻ്റെ മനസ്സിൽ ഒരു മഹാനായ നേതാവ് എന്ന് പറയുന്നത് ഡോക്ടർ ഹെഡ്ഗേവാറാണ്. അതായത് 100 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ബാക്കി എല്ലാവരും ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ തുരത്തണം, ദാറ്റ് വാസ് ദ പ്രയോറിറ്റി. ബട്ട് ഡോക്ടർ ഹെഡ്ഗേവാർസ് പ്രയോറിറ്റി വാസ് ആഫ്റ്റർ ദ ബ്രിട്ടീഷ് ഗോ വാട്ട് വിൽ ഹാപ്പൻ ടു ഇന്ത്യ. അതിന് അദ്ദേഹത്തെ സവർക്കർ സ്വാധീനമായി. സവർക്കറെ വാസ്തവത്തിൽ ആ സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡോക്ടർ മൂഞ്ചെ എന്നൊരാളാണ്. ഡോക്ടർ മൂഞ്ചെ വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള
കോൺഗ്രസ് നേതാവ്. മുൻചെയാണല്ലോ അദ്ദേഹത്തെ കൽക്കട്ടയ്ക്കൊക്കെ വിടുന്നത്. അതെ, മുൻഷേ വാസ് ദ റിയൽ പേഴ്സൺ. സവർക്കർ അതിന് ശേഷം വരുന്നത്. ഒരു തിലക കോൺഗ്രസ്സുകാരൻ. സവർക്കർ നെവർ ഇൻഫ്ലുവൻസ് ഡോക്ടർ ഹെഡ്ഗേവാർ. സവർക്കർ പിന്നീടാണ് വരുന്നത് പോലും. ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും അതിൽ തന്നെ വളരെ പല കാര്യങ്ങളിലും. സവർക്കറുടെ ഹിന്ദുത്വ പുസ്തകമാണല്ലോ RSS രൂപീകരണത്തിലേക്ക് നയിച്ചത്. അല്ല, ഹിന്ദുത്വ പുസ്തകം ആണെന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്. അതായത് ഹിന്ദുത്വത്തിനകത്തുള്ള പല കാര്യങ്ങളോടും RSSന് യോജിപ്പില്ല. ഇല്ല. അപ്പം സവർക്കറുടെ ഹിന്ദുത്വത്തെ ഇതിനകത്ത് അദ്ദേഹം ഈ തരത്തിൽ വ്യാഖ്യാനിക്കുന്നില്ല. അതായത് കൾച്ചറൽ നാഷണലിസം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ആരാധന. എന്താണ് RSSന്റെ മാനിഫെസ്റ്റോ? RSSന്റെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ നാഷണലിസം അധിഷ്ഠിതം. അതായത് ഇന്ത്യ ഹാസ് വൺ ബൗണ്ടറി. ദിസ് ബൗണ്ടറി ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ടുഡേ ഓർ യെസ്റ്റർഡേ. അതായത് ഋഗ്വേദത്തിൻ്റെ കാലം തൊട്ട് കാളിദാസൻ്റെ കാലം തൊട്ട് നമ്മൾ അതൊക്കെ ഞാൻ ആ സംസ്കൃത ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് രാമായണത്തിനകത്ത് പറയുന്നുണ്ട്, ശ്രീകൃഷ്ണന് പറയുന്നുണ്ട്. എല്ലാ ഇതിനും ഇന്ത്യയുടെ ജോഗ്രാഫി വളരെ കൃത്യമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഈവൻ ശ്രീലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് പോകുന്ന സമയത്ത് രാമായണത്തിനകത്ത് ശ്രീരാമൻ ഇന്ത്യയുടെ ജോഗ്രാഫി കംപ്ലീറ്റ് സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഇൻ രാമായണ. അതുപോലെ കാളിദാസനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങളിൽ ഋതുസംഹാരത്തിലും മേഘദൂതത്തിലും എല്ലാം തന്നെ ഇന്ത്യയെ ജോഗ്രാഫിക്കലായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ ശ്രീകൃഷ്ണന് ഇതുപോലെ തന്നെ രുക്മിണി സ്വയംവരത്തിൻ്റെ സമയത്ത് രുക്മിണിയുമായിട്ട് അദ്ദേഹം രഥത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് രുക്മിണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജോഗ്രാഫി ഓഫ് ഇന്ത്യ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൾച്ചറൽ യൂണിറ്റിയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം, ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ചരിത്രാതീത കാലം വരെ ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ വടക്കും ഹിമാലയത്തിൻ്റെ തെക്കുമുള്ള ഭൂപ്രദേശം, വർഷം തത് ഭാരതീ നാമ ഭാരതീ തത്ര സന്തതി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ആ കൺസെപ്റ്റിനകത്ത് ഇവിടെ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണെന്നും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും ഇത് ജാതി അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലല്ല. കാരണം മതമില്ല. ഹിന്ദു എന്ന് പറയുന്ന മതമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം മതമെന്നുള്ള ഒരു കൺസെപ്റ്റിലേ അല്ല, ബട്ട് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതിലേക്കാണ്. ആ ഒരു കൺസെപ്റ്റിലാണ് ഡോക്ടർ ഹെഡ്ഗേവാർ RSSനെ സ്ഥാപിക്കുന്നത്. RSSന് BJPയുടെ മേലെ എത്രമാത്രം നിയന്ത്രണമുണ്ട്? വാസ്തവം പറഞ്ഞാൽ ഒരു അച്ഛനും മകൻ്റെ പേരിൽ എത്ര നിയന്ത്രണമുണ്ട് അതിനോട് ഉപമിക്കാം. അതായത് BJPയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ RSS ഒരിക്കലും ഇടപെടാറില്ല. അതുപോലെ തന്നെ വളരെ ഓട്ടോണമസ് സ്വതന്ത്രമായിട്ടാണ് BJP അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ പ്രവർത്തന ശൈലി, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഒക്കെ തന്നെ BJP ഒരു ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ആ തരത്തിലുള്ള തീരുമാനം എടുക്കാറുള്ളൂ. RSS ഇൻ്റർഫിയർ ചെയ്യാറില്ല. പക്ഷേ ഓവറോൾ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അതായത് RSS ഉദ്ദേശിക്കുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചുള്ളൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന് അനുരൂപമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് BJP അല്ലെങ്കിൽ ജനസംഘ് ഉദയം ചെയ്തത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അഖണ്ഡതയെക്കുറിച്ചുള്ളൊരു, അതായത് നോ കോംപ്രമൈസ് ഓൺ ദ ലാൻഡ്, നോ പീസ് ഫോർ, അതായത് നോ ലാൻഡ് ഫോർ പീസ് എന്ന് പറയത്തില്ല, അതുപോലെ ലാൻഡിനെ കുറിച്ചുള്ള ഒരു ഐഡിയ, നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ഒരു ഐഡിയ, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പരം വൈഭവം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതിനനുരൂപമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. അതിനകത്ത് ഐഡിയോളജിക്കലായിട്ട് ഇന്ന രീതി സോഷ്യലിസം വേണം, കമ്മ്യൂണിസം വേണം, അത് പറയാറില്ല. RSS പറയത്തില്ല. എന്താണ് വളരെ ഉചിതമായിട്ടുള്ള കാര്യം അത് ചെയ്യുന്നതിന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാരെയാണ് ട്രെയിൻ ചെയ്തിട്ട് RSS BJPയിലേക്കും മറ്റ് പ്രസ്ഥാനങ്ങളിലേക്കും വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും സർസംഘചാലക്, ഇപ്പോഴത്തെ സർസംഘചാലക് മോഹൻ ഭഗവത്ജി പലപ്പോഴും പറയാറുണ്ട് RSS ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും പറയാം RSS എന്താ ചെയ്തുകൂടായോ, അത് ചെയ്യരുതോ, അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് പറയും RSS ഒന്നും ചെയ്യത്തില്ല. RSS ഈസ് ഓൺലി ഇൻ ദ ബിസിനസ് ഓഫ് മാൻ മേക്കിംഗ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിക്കുക, അവർ കറപ്റ്റായിരിക്കരുത്, ക്യാരക്ടറുള്ളവരായിരിക്കണം, രാഷ്ട്രബോധമുള്ളവരായിരിക്കണം, മറ്റു തരത്തിലുള്ള തെറ്റായ സ്വഭാവദൂഷ്യമുള്ളവരായിരിക്കരുത്. ഈ കാര്യത്തിലാണ് RSSൻ്റെ കംപ്ലീറ്റ് ഓറിയൻറ്റേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് പല ലെവലിൽ, അതായത് വിശ്വ ഹിന്ദു പരിഷത്തിലുണ്ട്, വിദ്യാർത്ഥി പരിഷത്തിലുണ്ട്, ഭാരതീയ മസ്ദൂർ സംഘത്തിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗം പോലെ BJPയിലുമുണ്ട്. BJP ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് കൂടുതൽ നമ്മൾ ലൈം ലൈറ്റ് കാണും. പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റി എല്ലാം തന്നെ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ സംവിധാനം അനുസരിച്ചിട്ട് BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് തീരുമാനിക്കും, വർക്കിംഗ് കമ്മിറ്റി അവർ തീരുമാനിക്കും, നാഷണൽ കൗൺസിൽ തീരുമാനിക്കും, അവരാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സർസംഘചാലക് ഭരിക്കുന്നത് വരെ തുടരുന്നത് എന്തുകൊണ്ട് മാറുന്നില്ല? ആ സിസ്റ്റം ഇല്ലല്ലോ. ആദ്യത്തെ 2 സർസംഘചാലകന്മാർ മാത്രമേ ആ തരത്തിലുണ്ടായിരുന്നുള്ളൂ.
ഇപ്പോഴത്തെ ഇപ്പം നേരത്തെ സുദർശൻജി അദ്ദേഹം രഞ്ജുഭയ്യയെ നോമിനേറ്റ് ചെയ്തിട്ട് അദ്ദേഹം മാറി റിട്ടയറായി. അദ്ദേഹം ജീവിച്ചിരുമ്പോൾ തന്നെ രഞ്ജുഭയ്യ അടുത്ത സർസംഘ ചാലക്കായി. അതുപോലെ തന്നെ രഞ്ജുഭയ്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അടുത്ത സർസംഘ ചാലക്ക് വന്നത്. ആദ്യത്തെ ഡോക്ടർ ഹെഡ്ഗേവാർ മരിക്കുന്ന സമയത്ത് ഗുരുജിയെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തു. ഗുരുജി മരിക്കുന്ന സമയത്ത് അദ്ദേഹം കത്തെഴുതി വെച്ചിരുന്നു ബാലാസാഹേബ് ദേവറസ് ആയിരിക്കും. കാരണം ബാലാസാഹേബ് ദേവറസ് ഡോക്ടർജിയുടെ തന്നെ സ്വയംസേവകരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്ത സംഘത്തിനകത്ത് ഗുരുജിയെക്കാട്ടിലും സീനിയറായിരുന്നു ബാലാസാഹേബ് ദേവറസ്. പക്ഷേ ബാലാസാഹേബ് ദേവറസ് സർസംഘ ചക്ര ആയില്ല. നമ്പർ 2 ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ സർസംഘ ചക്ര ആയില്ല. അതുകൊണ്ട് ഗുരുജി ബാലാസാഹേബ് ദേവറസ് എന്തുകൊണ്ട് ഇലക്ഷൻ നടത്താതെ നോമിനേഷൻ വരാൻ ഇലക്ഷൻ ഉണ്ട്. ഇപ്പം നടക്കുന്ന എല്ലാ പോസ്റ്റുകളും ഇലക്റ്റഡ് ആണ്. 3 വർഷം കൂടിയിരിക്കുമ്പോൾ RSSൻ്റെ അഖിൽ ഭാരതീയ പ്രതിനിധി സഭ നാഗ്പൂരിൽ ചേരും. നാഗ്പൂരിൽ ചേരുന്ന 3 വർഷം കൂടിയിരിക്കുന്ന പ്രതിനിധി സഭ വെച്ചിട്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. സർസംഘ ചാലകനെ തിരഞ്ഞെടുക്കുന്നതാണോ? സർസംഘ ചാലകിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള നിലയ്ക്കല്ല, പക്ഷേ ഈ ഒരു പൂർണ്ണ പിന്തുണ, ഭൂരിപക്ഷ പിന്തുണ. അതെ, പ്രതിനിധി സഭയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ അടുത്ത സർസംഘ ചാല കഴിഞ്ഞ RSS രണ്ടാമത്തെ പ്രധാന പോസ്റ്റ് സർക്കാർ ജനറൽ സെക്രട്ടറി. ജനറൽ അതെ, ഇപ്പം ദത്താത്രേയ ഹോസ്പിറ്റൽ അദ്ദേഹമാണ്. വലിയ പ്രായമൊന്നുമില്ലല്ലോ. ഇല്ല, അദ്ദേഹത്തിൻ്റെ കീഴിൽ സഹസർക്കാർ വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുണ്ട്. സഹസർക്കാരുമായിട്ട് 4 പേരോ 5 പേരോ കാണും. ഇവരാണ് നാഷണൽ ലീഡേഴ്സ്. അതെ, ദേശീയ തലത്തിൽ അല്ല, നാഷണൽ ലീഡേഴ്സ് വരെയുണ്ട്. അഖിൽ ഭാരതീയ ബൗദ്ധിക് പ്രമുഖുണ്ട്, അഖിൽ ഭാരതീയ ശാരീരിക് പ്രമുഖുണ്ട്, അഖിൽ ഭാരതീയ സമ്പർക്ക പ്രമുഖുണ്ട്, അഖിൽ ഭാരതീയ പ്രചാരക് പ്രമുഖുണ്ട്. അങ്ങനെ ഇവരെല്ലാം ഒരു കമ്മിറ്റി ഉണ്ട്. ഇവരുടെ നാഷണൽ എക്സിക്യൂട്ടീവ് പോലെ ഉണ്ടോ? നാഷണൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. അത് നമ്മുടെ പ്രവർത്തക സമിതി എന്ന് പറയുന്നത് പോലെ കേന്ദ്രീയ കാര്യകാരിണി എന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രീയ കാര്യകാരിണി അതാണ് ഏറ്റവും ടോപ്പ് ബോഡി. അതാണ് ടോപ്പ് ബോഡി. കേന്ദ്രീയ കാര്യകാരിണിയിലെ മെമ്പർമാരായിരിക്കും ഓൾ ഇന്ത്യ നേതാക്കന്മാർ. ഓക്കെ, എത്ര പേരൊക്കെ കാണും ഏകദേശം ഓൾ ഇന്ത്യ ലീഡർമാരെന്ന് എല്ലാവരോടും? ഏകദേശം കറക്റ്റ് അല്ല, ഒരു 50 പേരൊക്കെ കാണും. ഇല്ല, 50 കൂടുതൽ, 58 ഏതാണ്, 58 എക്സാക്ട് നമ്പർ എനിക്ക് ഓർമ്മയില്ല. പിന്നെ സ്റ്റേറ്റിലേക്ക് വരുക. അതെ, ആ സ്റ്റേറ്റിലാണെന്ന് വരികയിൽ ഇതുപോലെ, അതായത് സംസ്ഥാനങ്ങളിൽ സംഘചാലക്കുണ്ട്. അത് സർസംഘചാലക്ക്, ഇത് സംഘചാലക്. അതുപോലെ സുദർശൻജി ഇപ്പോൾ സുദർശൻജി പ്രചാരക്കാണ്. അല്ല, കേരളത്തിന് ഹെഡ് ആരാപ്പം? അല്ല, അഡ്വക്കേറ്റ് ബൽറാം. അദ്ദേഹമാണ് കേരളത്തിന് ഹെഡ്. അദ്ദേഹമാണ്, അതായത് സംഘടനാപരമായിട്ടുള്ള സ്ട്രക്ചറൽ ഹെഡ്. സുദർശൻജി പ്രചാരക്കാണ്. പ്രാന്തത്തിന്റെ ഉത്തരവാദിത്വം കേരളം പ്രാന്ത് ഒരാളേ ഉള്ളൂ. അതെ, പ്രാന്ത പ്രചാരക്ക് ഒരാൾ, പിന്നെ സഹപ്രാന്ത പ്രചാരക്കുണ്ട്. അല്ല, അതാ ചോദിച്ചാൽ അപ്പോൾ ഒരേ പോസ്റ്റ് ഒരാളുള്ള 2 പോസ്റ്റ് ഉണ്ട്. അപ്പോൾ സംഘചാലകമുണ്ട്, പ്രാന്തപ്രചാരകമുണ്ട്. അല്ല, സംഘചാലക് എന്ന് പറയുന്ന ആളാണ് ഓവറോൾ ഇൻചാർജ്. ഓക്കെ, അതായത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ. ശരി, എക്സിക്യൂട്ടീവ് ഹെഡ് ഒരാളുണ്ട്, അതാണ് പ്രാന്തപ്രചാരക്, അത് സുദർശൻജി. പിന്നെ അതിന് താഴെ 2 എക്സിക്യൂട്ടീവ് ഹെഡ് എന്നും പറയുന്നതിനകത്ത്, അതായത് കാര്യവാഹം എന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, കാര്യവാഹമാണ് എക്സിക്യൂട്ടീവ്. സംഘചാലക് എന്ന് പറയുന്നത് അതായത് പ്രിസൈഡ് ചെയ്യുന്ന ആൾ. അപ്പം സംഘചാലക് എന്ന് പറയുന്നത്, അപ്പം ഈവൻ സർസംഘചാലക് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം പവർഫുള്ളാണ്. പക്ഷേ പവർ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സർക്കാർ വ്യവഹാരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും എല്ലാം തീരുമാനം എന്ന് പറയുന്നത് സർക്കാർ വിഭാഗമാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെയും സംസ്ഥാനത്തിലാണെങ്കിലും സംഘചാലക്കുണ്ട്. എല്ലാ സംസ്ഥാനത്തും സംഘചാലക്കുണ്ട്. തീരുമാനം എടുക്കുന്ന ആൾ മറ്റേ ജില്ലാ സംഘചാലക്കുണ്ട്. ജില്ല വരെയുണ്ട് സംഘചാലക്. ജില്ലയിലുണ്ട്, ലോക്കൽ ലെവൽ വരെ സംഘചാലക്കുണ്ട്. അല്ല, പ്രാന്ത പ്രമുഖ് എന്ന് പറയുന്നത് ജില്ലയിലും ഇല്ലേ? അല്ല, പ്രാന്തപ്രമുഖ് എന്നല്ല, പ്രാന്തപ്രചാരക്. പ്രാന്തപ്രചാരക് ജില്ലയിലുണ്ട്. പ്രാന്തപ്രചാരകല്ല, പ്രചാരക്, ജില്ലാ പ്രചാരക്. ഫുൾ ടൈം ശാഖയുടെ ചുമതല ഉള്ള ആളും അത് പ്രചാരകാണ്. അത് പ്രചാരകാണ്. അദ്ദേഹവും വിവാഹിതനാവത്തില്ല. അല്ല, അദ്ദേഹമാണ് വിവാഹിതനാകാത്തത്. ഒരാളെ ഉണ്ടാവുള്ളൂ ഒരു ശാഖയ്ക്ക്. അല്ല, ശാഖയ്ക്ക് മുഖ്യ ശിക്ഷക. അദ്ദേഹം കുടുംബനാഥനാവാം. അദ്ദേഹം കുടുംബനാഥൻ ആരുമാകാം. സംഘചാലക് എന്ന് പറയുന്ന ആളും ഇതുപോലെ തന്നെ വിവാഹിതനാകാം, കുടുംബക്കാരനാകാം, വ്യവസായിയാകാം, അക്കാഡമിക്കാകാം, അഡ്വക്കേറ്റ് ആകാം, ഡോക്ടറാകാം. വിവാഹിതരാവാൻ പാടില്ലാത്ത ആരാണ്? പ്രചാരകന്മാർ. എത്ര പ്രചാരകർ കാണും? ഏകദേശം കേരളത്തിൽ എത്ര കാണും? മൊത്തം പ്രചാരകന്മാർ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 200 താഴെ കാണത്തുള്ളൂ. കേരളത്തിൽ മൊത്തം. അപ്പോൾ ഈ പ്രചാരകരായിരിക്കും പിന്നീട് RSSന്റെ പ്രചാരകന്മാർ സീനിയർ പ്രചാരകരാകും.
പിന്നെ പ്രാന്തത്തിൻ്റെ ഉത്തരവാദിത്തം കഴിയുമ്പോൾ അവർ നാഷണൽ ലെവലിലേക്ക് പോകും. ഇവർക്കൊന്നും ഈ പ്രചാരകരായാൽ ബാങ്ക് അക്കൗണ്ട് പോലും പാടില്ല. ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഫാമിലി ഇല്ല, കല്യാണമില്ല. അപ്പോൾ ഒരുത്തിന് കല്യാണം കഴിക്കണം തോന്നിയാലോ, ഒരാൾ പ്രേമത്തിൽ വീണു എന്ത് ചെയ്യും? വിട്ടുപോക്കണം. പോകാം. നമ്മുടെ കുമാരനാശാനെ പറ്റി പോലായിരിക്കും. അല്ല, പ്രചാരശിപ്പ് വിട്ടിട്ട് വിട്ട് പോയിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്ത് തുടരാം. പക്ഷെ പ്രചാരകനായിട്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ? സംഭവിക്കാറുണ്ട്, വളരെ ചുരുക്കമായിട്ട് സംഭവിക്കാറുണ്ട്, കൂടുതൽ സംഭവിക്കാറില്ല. ഈ പ്രചാരകർ മദ്യപിക്കാറില്ല? ഇല്ല, മദ്യപിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, പുക വലിക്കത്തില്ല, ഈവൻ ഇത് നമ്മുടെ അടയ്ക്ക പോലും തിന്നത്തില്ലെന്നാണ് സങ്കല്പം. ചിലർ തിന്നുന്നവർ കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്നിട്ട് പക്ഷേ ഈ RSSകാരെല്ലാം കൊലയാളികളാണെന്നാണ് ഇവർ പറയുന്നത്, എതിരാളികൾ പറയുന്നത്. RSS എല്ലാം കൊലപാതകം നടത്തും, ഗുണ്ടകളാണ്. RSS ആരും കൊലപാതകം ചെയ്യുന്നവരല്ല, സത്യം പറയുകയാണ്. അതായത് RSSന് ആ രീതിയിലുള്ളൊരു ട്രെയിനിങ്ങേ ഇല്ല. വയലൻസ് എന്ന് പറയുന്ന RSSൻ്റെ ഭാഗമേ അല്ല. RSSൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ബൗദ്ധികമാണ്. പിന്നെ ഫിസിക്കലായിട്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കണം. യോഗ പഠിപ്പിക്കും, ട്രെയിനിങ്, എക്സർസൈസ് ഉണ്ട്, ആ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അല്ലാതെ RSS ഒരിക്കലും കൊലപാതകം പഠിപ്പിക്കാറില്ല, ഒരു ശാഖയിലും ആരും പറയാറില്ല ഇതിനെ പോയി കൊല്ലാൻ പറയാം. ഈ RSS ശാഖയിൽ പോകുന്ന ആളുകളൊക്കെ ചിലപ്പോൾ പല അതിലൊക്കെ പ്രതികളാവുന്ന പലരും RSS പ്രതികളാകാറുണ്ട്. പ്രതികളാകുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും പൊളിറ്റിക്കലല്ലേ. ഇപ്പം അല്ല, പക്ഷെ പല കൊലപാതകവും നടക്കാറുണ്ടല്ലോ. അല്ല, കൊലപാതകം നടക്കാറുണ്ട്. കൊലപാതകം അവർ പ്രചാരകരാവത്തില്ല. പ്രചാരകൻ ഒരിക്കലും വരില്ല. ഒരിക്കലും പ്രചാരകൻ ഇന്ന് വരെ എൻ്റെ അറിവിൽ ഒരു പ്രതിയായിട്ടില്ല, ഇന്ന് വരെ ഒരു പ്രചാരകനും ഒരിടത്തും. പക്ഷേ ലോക്കൽ ലെവൽ വർക്കേഴ്സ് പരസ്പരം അങ്ങനെയുള്ള ലെവലിൽ വരുമ്പോഴേ, അതും കേരളത്തിലാണ്, നോർത്തിലൊന്നും അങ്ങനെ അധികം കേൾക്കാറില്ല പൊളിറ്റിക്കൽ വയലൻസിൻ്റെ. അപ്പം ക്രൈസ്തവരും മുസ്ലിമുകളും ഭയപ്പെടുകയോ വേണ്ട RSSനെ കുറിച്ചോ അല്ലെങ്കിൽ BJPയുടെ? അല്ല, വേറൊരു കാര്യം കൂടെ പറയാം. RSSൽ ആരും ഇന്നുവരെ റൈറ്റിൽ അക്യൂസ്ഡ് ആയിട്ടില്ല. ഒരിടത്തും ഒരു റൈറ്റിലും RSSൻ്റെ ഒരാളും ഇന്നുവരെ അക്യൂസ്ഡ് ആയിട്ടില്ല. അക്യൂസ്ഡ് പോലും ആയിട്ടില്ല. അതായത് കൾപ്രിറ്റ് ആകുക എന്ന് പറഞ്ഞാൽ പിന്നല്ലേ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് പിന്നല്ലേ. RSSൻ്റെ ഒരു പ്രചാരകനും ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇന്ന് വരെ ഒരു ക്രൈമിലും പെട്ടതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ RSSൻ്റെ തന്നെ മറ്റ് സംഘടനകൾ, ഈ സംഘപരിവാർ എന്ന് പറയുന്ന മറ്റ് സംഘടനകൾ വെച്ച് ആളുകൾക്ക് ആശയക്കുഴപ്പം. BJP ഉണ്ടെന്നറിയാം, ABVP ഇതിൻ്റെ ഭാഗമാണോ, അതോ BJPയുടെ വിദ്യാർത്ഥി സംഘടന എന്നുള്ളത് RSSൻ്റെ വിദ്യാർത്ഥി സംഘടനയാണോ, അപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത്, ഇതൊന്ന് പറഞ്ഞു ഏതൊക്കെയാണ്? അതായത് സംഘപരിവാർ എന്ന് നമ്മൾ പറയുമ്പോഴേ, സംഘപരിവാർ എന്നുള്ള വാക്ക് സംഘം ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മളെ അടിസ്ഥാനമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന സംഘപരിവാർ സംഘടനയുടെ കീഴിൽ വാസ്തവത്തിൽ ഒരു 3 ഡസനിൽ കൂടുതൽ സംഘടനകളുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പല സ്ഥലത്തും പ്രവർത്തകരെ അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഒരു സംഘടന ഉണ്ടാക്കും. അവിടുത്തെ വർക്കിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ലെവലിൽ ചെല്ലുമ്പോഴേ, ഇപ്പം മത്സ്യപ്രവർത്തക സംഘമുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണെന്നിരിക്കട്ടെ. അപ്പം അവർ കുറേ നാൾ വർക്ക് ചെയ്തിട്ട് അത് കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ കറക്റ്റാണ്, അവരുടെ ഫണ്ടിങ്ങും ഫയലിങ്ങും എല്ലാം കറക്റ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സംഘടനകളെ കുറേശ്ശെ കഴിയുമ്പോഴേ RSS അഡോപ്റ്റ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സംഘടനകളാണ് ഞാൻ പറഞ്ഞ 3 ഡസനിൽ കൂടുതലുണ്ടെന്നുള്ളത്. അപ്പം പലപ്പോഴും ചെയ്തതെന്ന് വെച്ചാൽ, RSS വളർന്നു വന്നപ്പോഴേ ഓരോ സ്ഥലത്തും ആൾക്കാരുടെ നമ്മുടെ വർക്കേഴ്സ് ചെല്ലുന്ന സമയത്ത് അവർക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ നമുക്ക് ഒരു പ്രസൻസ് വേണമല്ലോ, ഈ ഫീൽഡിൽ നമ്മുടെ ഐഡിയോളജിയും മറ്റുള്ള സംഘടനകളുടെ ഐഡിയോളജിയും തമ്മിൽ വ്യത്യസ്തതയുണ്ട്, അപ്പം നമുക്ക് അവരുമായിട്ട് യോജിക്കാനൊക്കത്തില്ല, നമ്മളെങ്ങനെ നിലനിൽക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നമ്മൾ പോകുമ്പം ഇപ്പോൾ KSU ഉണ്ട്, SFI ഉണ്ട്, മറ്റു പല സംഘടനകളുണ്ട്. അപ്പം RSS എന്ത് ചെയ്യും? RSSന് KSU പോകാനൊക്കത്തില്ല, SFI പോകാനൊക്കത്തില്ല. അപ്പോൾ കുറച്ച് നമ്മുടെ പ്രവർത്തകർ ചേർന്നിട്ട് അവർ തീരുമാനിച്ചു നമ്മുടേതായിട്ടൊരു സംഘടന ഉണ്ടാകണം. അങ്ങനെ വിദ്യാർത്ഥി പരിഷത്ത് തുടങ്ങി. വിദ്യാർത്ഥി പരിഷത്ത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ്. അതുപോലെ ഭാരതീയ മസ്ദൂർ BJPയുടെ വിദ്യാർത്ഥി സംഘടനയാണോ? RSSൻ്റെ RSS ആണ്. BJPക്ക് അത്രേ ഉള്ളൂ അല്ലേ? ചില സ്ഥലങ്ങളിൽ, ചില സംസ്ഥാന മഹിളാ മോർച്ച, യുവമോർച്ച ഒക്കെ BJPയുടെ, അതൊക്കെ BJPയുടെ. അത് RSSൻ്റെ അല്ല. RSSൻ്റെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അതവിടെ ഭാരതീയ മസ്ദൂർ സംഘ്. കേരളത്തിൽ RSSൻ്റെ പ്രവർത്തനം തുടങ്ങിയ ഒരു വളരെ സീനിയറായിട്ടുള്ള പ്രചാരം ഉണ്ടായിരുന്നു, ദത്തോപന്ത് ഠേക്കടി. വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യന്. അദ്ദേഹം ഇതുപോലെ RSSൻ്റെ വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള പ്രവർത്തകനായിരുന്നു, വളരെ സീനിയർ ഇൻ്റലക്ച്വലായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് നാളത്തേക്ക് INTUCയിൽ വിട്ടു. എന്നിട്ട് INTUCയുടെ വർക്കിങ്ങിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം അദ്ദേഹം വന്നിട്ട് അതുപോലൊരു സംഘടനയെ, അതായത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൊഴിലാളികളുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പലതരത്തിലും അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം പണി മുടക്കുന്ന ഒരു സംവിധാനമുണ്ട് പിന്നെ തൊഴിലാളികളുടെ ഇടയിൽ.
ആ സമയത്ത് ദത്തോമൻ ഠേങ്കഡിജി പറഞ്ഞു കൂടുതൽ ദത്തോമൻ ഠേങ്കഡി തേക്കടി ഠേങ്കഡി അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്. രാജ്യസഭയിൽ MP ആയിരുന്നു 3 തവണ. സ്ഥാപകനാണ് അദ്ദേഹം ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ ഓർഗനൈസേഷനാണ് മസ്ദൂർ സംഘ്. അംഗസംഖ്യ കൊണ്ടാണെങ്കിലും പ്രവർത്തന രംഗത്തുള്ള മകു കൊണ്ടാണെങ്കിലും എല്ലാ തരത്തിലും ഇതുപോലെയാണ് സ്ഥാപിച്ചത്. അപ്പം പക്ഷേ രാഷ്ട്രഹിതം മേ കാം കരേക എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, ഇവിടെ സ്ട്രൈക്ക് കമ്മ്യൂണിസ്റ്റുകാർ സ്ട്രൈക്ക് നടത്തും, മറ്റാൾക്കാർ സ്ട്രൈക്ക് നടത്തും. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു തൊഴിൽ വേതനം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നേരം പണി ചെയ്തിട്ട് വാങ്ങുക, അല്ലെന്നൊരു സ്ട്രൈക്കിൻ്റെ സ്ഥാനത്ത് കൂടുതൽ വർക്ക് ചെയ്യുക. അങ്ങനെ ഈ തൊഴിലാളി രംഗത്തെ കംപ്ലീറ്റ് രാജ്യ നിർമ്മാണത്തിന് അനുകൂലമായ രീതിയിലേക്ക് സംവിധാനം, അതായത് നമ്മളെല്ലാം സ്തംഭിപ്പിക്കുന്നതിന് പകരം വർക്കും കൂടുതൽ ചെയ്തിട്ട് കൂടുതൽ നന്നാക്കുക, അതായത് ജപ്പാനിലൊക്കെയുള്ള ആ ഒരു പോളിസി. അങ്ങനെ മസ്ദൂർ സംഘം വളർന്നു. അപ്പോൾ ഇന്ന് മസ്ദൂർ സംഘം ഏറ്റവും വലിയ ഓർഗനൈസേഷൻ, ബാങ്കിലാണെന്നൊരിക്കലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലാണെങ്കിലും എല്ലാ സ്ഥലത്തും, പിന്നെ ഡോക്ക് ആൻഡ് പോർട്ട് വർക്കേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും എല്ലായിടത്തും തന്നെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഓർഗനൈസേഷൻ, അതായത് നമ്പർ 2 ഓർഗനൈസേഷനെക്കാട്ടി 3 ഇരട്ടി ഈ അംഗസംഖ്യയുള്ള ഈ VHP എങ്ങനെ രൂപീകരിക്കപ്പെട്ടതാണ്? VHP ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. VHP നേരത്തെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു സാംസ്കാരികമായിട്ട് മതപരമായിട്ടുള്ള മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു. അതായത് മതാധ്യക്ഷന്മാരെ, സന്യാസിമാരെ അവരെയെല്ലാം സംയോജിപ്പിച്ചിട്ട് ഒരു കൊണ്ടുവരിക. പിന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ പല അനാചാരങ്ങളുണ്ട്. അല്ലെന്നൊരു ഹിന്ദുക്കൾക്കൊരു മൊത്തത്തിലുള്ള ഒരു ആരാധനാ സമ്പ്രദായമോ അല്ലെങ്കിൽ ഒരു കഷ്ടമോ അങ്ങനെയുള്ള കാര്യങ്ങളില്ലായിരുന്നു. ആ സമയത്ത് പൊതുവെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ചില കാര്യങ്ങൾ, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ഉള്ള അല്ലെങ്കിൽ എല്ലാവരും ആചരിക്കുന്ന കുറേ വിശേഷ ദിവസങ്ങൾ, ഉത്സവങ്ങൾ, എല്ലാവരും ചെയ്യേണ്ട ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഈ തരത്തിൽ, അതായത് മറ്റെല്ലാ മതത്തിലും അങ്ങനെ ഉണ്ട്, ചില കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ് എല്ലായിടത്തും എല്ലാ രാജ്യത്തും. അങ്ങനെ ചില കാര്യങ്ങൾ ക്രോഡീകരിച്ചിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതിനൊക്കെയാണ് VHP തുടങ്ങിയത്. അപ്പം പ്രധാനമായിട്ട് അതിനായിട്ടുണ്ട് മതാചാര്യന്മാർ, എല്ലാ ഡിനോമിനേഷനിലും പെട്ട മതാചാര്യന്മാർ, എല്ലാ ശങ്കരാചാര്യന്മാർ. തുടക്കത്തിലൊക്കെ ശങ്കരാചാര്യന്മാർ സഹകരിക്കത്തില്ലെന്ന് വരെ പറഞ്ഞു. കാരണം ശങ്കരാചാര്യന്മാർ പറഞ്ഞു RSS ചാതുർവർണ്ണത്തിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ചാതുർവർണ്ണത്തിൽ വിശ്വസിക്കുന്നു. അതായത് RSS കാസ്റ്റിനെ വിശ്വസിക്കുന്നില്ല. RSSൽ ഒരാൾക്കും മറ്റൊരാളിൻ്റെ കാസ്റ്റ് അറിയത്തില്ല. RSSൻ്റെ ശാഖയിൽ പോയി കഴിഞ്ഞാൽ ഒരുത്തരും വേറൊരാളോട് കാസ്റ്റ് ചോദിക്കത്തില്ല. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ അതാണ് ഹിന്ദു മതത്തിനെതിരെ BJPക്കെതിരെയുള്ള ഇവരുടെ എതിരാളികളുടെ ഏറ്റവും വലിയ പ്രചരണം ഇവർ ചാതുർവർണ്ണയത്തിൻ്റെ ആൾക്കാരാണെന്നാണ്. അല്ല, പക്ഷേ RSS അങ്ങനെ അവർക്ക് RSSനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ വിശ്വാസമുള്ളത് ശങ്കരാചാര്യന്മാർക്കാണ്. പക്ഷേ RSSന് ചാതുർവർണ്ണയത്തിൽ വിശ്വാസമില്ല, ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഒരു തരത്തിലും. അതായത് മഹാത്മാഗാന്ധി ഒരിക്കൽ RSSൻ്റെ ശാഖ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം പോയിട്ട് എല്ലാവരോടും കണ്ടിട്ട് അദ്ദേഹത്തിന് എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു ഇതിനകത്ത് ഹരിജൻസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ആർക്കും അറിയത്തില്ല ഹരിജൻസ് എത്ര ഉണ്ടെന്ന്, ആരും, കാരണം അതുവരെ ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം ചോദിച്ചു അതെങ്ങനെ? അപ്പം പറഞ്ഞു ഞങ്ങൾ ജാതിയെക്കുറിച്ച് പറയാറില്ല, ചോദിക്കാറുമില്ല, ആരുടെയും ജാതി ആർക്കും അറിയത്തില്ല, എല്ലാവരും ഉണ്ട്. RSSൽ പിന്നെയൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഉയർന്നു വരാറുണ്ടോ? എല്ലാവരും വരാറുണ്ടല്ലോ. RSSൻ്റെ വർക്ക് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ശാഖയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ പോകുന്നു, അതിനകത്ത് ആർക്കും അറിയത്തില്ല നമ്മളെ കിടന്നുറങ്ങുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ ഭക്ഷണം ഉണ്ടാക്കുന്നതോ അത് ഒരു ദലിതാണോ അല്ലെങ്കിൽ ഈഴവനാണോ നായരാണോ ബ്രാഹ്മണനാണോ ആർക്കും അറിയത്തില്ല, ആരും ബോധനം ചെയ്യാറില്ല. എല്ലാവരും ഒരേ പന്തിയിലിരുന്ന് സർസംഘചാലക്ക് തൊട്ട് ബാക്കി എല്ലാ ആൾക്കാരും ഒരേ പന്തിയിലിരുന്ന് ഒരേ ഭക്ഷണം ആരെങ്കിലും വിളമ്പി കൊടുക്കുന്ന കഴിക്കുക. അതാണ്. അപ്പോൾ നമ്മൾ VHPയിലേക്ക് വരാം. എന്നിട്ട് VHP, അപ്പം VHPയുടെ ഈ രീതിയിൽ അടിസ്ഥാനപരമായിട്ട് നമ്മളെ അംഗീകരിക്കേണ്ട ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ രാജ്യത്തെ ഒരു നാഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ചില തീരുമാനങ്ങൾ, അങ്ങനെ ഒരു ഓവറോൾ ഒരു സംഹിത പോലെ ഉണ്ടാക്കാൻ ഇവരെ മതസമ്മേളനം വിളിച്ചു കൂട്ടി. അങ്ങനെ വന്നിട്ടാണ് ഇതുണ്ടാകുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ മീനാക്ഷിപുരം കൺവെൻഷൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പൊതുവെ ആൾക്കാർക്ക് തോന്നി ഇത് നമ്മൾ റിലീജിയസ് ഇഷ്യൂസ് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല, ഇതിന് കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ടുള്ളൊരു റോൾ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് എടുക്കേണ്ടതുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് ദ സൊസൈറ്റി. ആ ഒരു റോള്, അതാണ് സർസംഘചാലകൻ്റെ ഉത്തരവാദിത്വം അനുസരിച്ചിട്ട് ഒരു പ്രചാരകനായിട്ടുണ്ടായിരുന്ന പ്രാന്തപ്രചാരകനായിട്ടിരുന്ന അദ്ദേഹത്തിന് അശോക് സിംഗളിനെ ഈ ചുമതല ഏൽപ്പിച്ചിട്ട് കൊടുക്കുന്നത്. വിശ്വ പരിഷത്ത് എന്താ ഇപ്പം ചെയ്യുന്നത്? വിശ്വ പരിഷത്തിന് ഇന്റർനാഷണൽ അല്ലേ? ഇന്റർനാഷണൽ എല്ലാ രാജ്യത്തും ഉണ്ട്. എല്ലാ രാജ്യത്തുമുള്ള ഹിന്ദുക്കളുമായിട്ട്. എന്ത് വ്യത്യാസം RSSും VHP തമ്മിലുള്ള? RSS എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ശാഖയാണ്.
RSS സർസംഘചാലക് പറഞ്ഞതുപോലെ RS ഒന്നും ചെയ്യത്തില്ലെന്ന് പറയത്തില്ല. VHP എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു സ്ഥലത്ത് ക്ഷേത്രം നശിച്ചു കിടക്കുകയാണ്, നന്നാക്കും. ഒരു സ്ഥലത്ത് ക്ഷേത്രത്തിൽ ശുചിത്വമില്ല, അത് ഭംഗിയാക്കും. അത് RSS ചെയ്തുകൂടെ? RSS ചെയ്യത്തില്ല. RSSൻ്റെ ജോലി എന്ന് പറയുന്ന ശാഖ, അതായത് സംഘടനാ പ്രവർത്തനം മാത്രമേ RSS ചെയ്യത്തുള്ളൂ. അതാണ് അതിൻ്റെ രീതി. അപ്പം RSS എന്ന് പറഞ്ഞാൽ ഈ കോർ വർക്ക്, അതായത് ക്രിയേറ്റിംഗ് വർക്കേഴ്സ് ഫോർ നേഷൻ ബിൽഡിംഗ്, ആ ബേസിക് വർക്കാണ് RSS ചെയ്യുക. അതിനകത്തപ്പം പിന്നെ റോഡ് നിർമ്മിക്കാൻ പോകുന്നു, അല്ലെന്ന് വരിയിൽ കക്കൂസ് കഴുകാൻ പോകുന്നു, അല്ലെന്ന് വരിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ RSSൻ്റെ മെയിൻ വർക്ക് നടക്കത്തില്ല. ഇത് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ കാലം തൊട്ട് RSSൻ്റെ എല്ലാ സർസംഘചാലകന്മാരും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. RSS ഷുഡ് ഫോക്കസ് ഒൺലി ഓൺ ക്രിയേറ്റിംഗ് ഗുഡ് വർക്കേഴ്സ്. അതാണത് ചെയ്യുന്നത്. സേവാഭാരതി ഇതിൻ്റെ തന്നെ സേവാഭാരതിൻ്റെ ഭാഗമാണ്. അതുപോലെ സർവീസ് RSSൻ്റെ തന്നെ ഭാഗമാണ്. അതെ, സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ആർക്കും അതിൽ അംഗമാവാം. അല്ല, പലപ്പോഴും RSSലെ ആൾക്കാർക്ക് പല വിഷയങ്ങളിൽ തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് സേവ. ഈ പിന്നെ ബാലസാഹബ് ദേവറസ് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ സർസംഘചാലക്, അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ സർവീസ് ആക്ടിവിറ്റീസിൽ RSSനെ ഇൻവോൾവ് ചെയ്യാൻ ആഹ്വാനം ചെയ്തത്. കാരണം ഗുരുജിയുടെ സമയത്ത് RSSൻ്റെ കംപ്ലീറ്റ് ഓറിയൻറ്റേഷൻ, അല്ലെങ്കിൽ മെയിൻ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് സ്പിരിച്വലായിരുന്നു. അദ്ദേഹം വളരെ ഹൈലി സ്പിരിച്വലായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പം ബാലസാഹബ് ദേവറസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വി ഹാവ് ടു ബി മോർ സോഷ്യൽ. അപ്പം അദ്ദേഹം സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം, അങ്ങനെ സേവാഭാരതി വന്നു. അങ്ങനെ ഓരോ ഓരോ ഭാഗത്ത് വിവേകാനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കന്യാകുമാരി പ്രവർത്തിക്കുന്ന സംഘടനയുണ്ട്, നമ്മുടെ ഭാരതീയ വിചാര കേന്ദ്രമുണ്ട്, അതും RSSൻ്റെ തന്നെ സംഘടനയാണ്. ശരി. ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അങ്ങിപ്പം ദീൻദയാൽ അതിലാണോ? അങ്ങ് എവിടെ അപ്പം വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ വർക്ക് ചെയ്യുന്നത് BJPയിലാണ്. ആണോ? അല്ല, അങ്ങക്ക് ഡൽഹിയിലൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഇല്ല, ഡൽഹിയിൽ അങ്ങനെ BJPയിലുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. അല്ല, BJPയുടെ തന്നെ അങ്ങയുടെ ഇപ്പോൾ ഒരു എന്തോ അവിടെ ജോലി എന്താ ഉള്ളത് BJPയിലോ? BJPയിൽ നിന്ന് ഞാൻ ഒരു എംപ്ലോയി അല്ല, സാലറി പറ്റുന്ന ആളല്ല. BJPയിൽ നിന്ന് ഞാൻ ഒരു തരത്തിലുള്ള റിമ്യൂണറേഷൻ സ്വീകരിക്കാതെ പ്രവർത്തിക്കുന്ന ആൾ, തുടക്കം തൊട്ട് അങ്ങനെയാണ്. അങ്ങിപ്പോൾ BJPയിൽ എവിടെയാണ്? അത് BJPയുടെ ഒരു വിങ്ങാണ്. ദീൻദയാൽ ഉപാധ്യായ മഹാപ്രശിക്ഷൺ അഭിയാൻ. എന്താ അതിൻ്റെ റോള്? അതായത് ദീൻദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള മഹത്തായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം. ഇത് ഞാൻ പറഞ്ഞില്ല, അതായത് പിന്നെ നമ്മുടെ അമിത്ഷാജി BJPയുടെ അധ്യക്ഷനായ സമയത്ത് അദ്ദേഹം BJPയുടെ മെമ്പർഷിപ്പ് കൂട്ടാനും മെമ്പർമാർക്ക് ട്രെയിനിങ് കൊടുക്കാനും അവരുമായിട്ടുള്ള ബന്ധം കൂട്ടാനുമായിട്ടുള്ള ഒരു 3 തരത്തിലുള്ള അഭിയാൻ നടത്തി. ഒന്ന് സദസ്യത അഭിയാൻ, അതായത് ബിഗ് മെമ്പർഷിപ്പ് കമ്പയിൻ. അത് കഴിഞ്ഞിട്ട് സമ്പർക്ക് അഭിയാൻ, അതായത് ബിഗ് മാസ് കോണ്ടാക്ട് പ്രോഗ്രാം. മൂന്നാമത്തേതാണ് പ്രശിക്ഷണ അഭിയാൻ, അതായത് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഈ 3 കമ്പയിൻ അദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്നതാണ്. അതിൻ്റെ മൂന്നാമത്തേതും എൻഡ്യൂറിങ് ആയിട്ടുള്ളത് ഈ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പാർട്ടിക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ള നിലയ്ക്ക് ട്രെയിനിങ് നടക്കുകയാണ്. അതപ്പം കംപ്ലീറ്റ് എന്നും നടന്നുകൊണ്ടിരിക്കും. ഇലക്ഷൻ സമയത്ത് മാത്രം കുറച്ച് കുറവ്. അങ്ങ് അതിൻ്റെ ഭാഗമാണ്. ഞാൻ അതിൻ്റെ ഭാഗമാണ്. എന്തായാലും വളരെ സുദീർഘമായിരുന്നു സംഭാഷണം, വളരെ മനോഹരമായിരുന്നു. എൻ്റെ ആഗ്രഹം ചെങ്ങന്നൂരിലേക്ക് അങ്ങ് തിരിച്ചു വന്ന് മത്സരിക്കണമെന്നാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ. എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമില്ല. ആഗ്രഹങ്ങളൊന്നും ഇല്ല. അതുപോലെ അങ്ങയുടെ നല്ലൊരു ഇത്രയും അങ്ങയുടെ അനുഭവ പരിചയം BJP ഉപയോഗപ്പെടുത്തുന്നതാണ് പ്രാർത്ഥിക്കുന്നത്, ആശംസിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ അങ്ങ് എന്നെ വല്ലാതെ പിന്തുണച്ചതിന് നന്ദി പറയുന്നു. എന്തായാലും ദീർഘായുസ്സും ദീർഘകാലത്തേക്ക് അങ്ങേക്ക് തെളിമയോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.